10 മാസം കൊണ്ട് നമ്മൾ നല്ലൊരു 150 200 കിലോ അതായത് ഇറച്ചിയുടെ ഇതാണ് ഇറച്ചി മൊത്തത്തിൽ 200 കിലോ 150 കിലോ ഒക്കെ ആ ഇറച്ചിയിൽ കിട്ടത്തക്ക രീതിയിൽ ആക്കി എടുക്കും അല്ലേ? ഓക്കെ. ചേട്ടൻ ഈ പെരുന്നാൾ നോക്കിയാണ് മെയിനായിട്ട് തന്നെ അതെ പെരുന്നാൾ എന്നാലേ കർഷകൻ എന്തെങ്കിലും പ്രയോജനം കിട്ടും. ഷാജിയുടെ പോത്തുകുട്ടികൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ? പോത്തുകുട്ടികളെ നല്ല കുട്ടികളാണ്. നല്ല കുട്ടികളാണ്. നല്ല കുട്ടികൾ. അപ്പോൾ ഒരു ലോഡ് പോത്ത് വന്നിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഇന്ന് എത്ര എണ്ണത്തിന് എടുത്തു? 4 എണ്ണത്തിന് എടുത്തിട്ടുണ്ട്. 4 എടുത്തുണ്ട്. 1 2 3 4. ഷാജിച്ചേന്റെ ആണ് ഈ എസ് മാർക്ക് ചെയ്തേക്കുന്നത് അല്ലേ? ഓക്കെ. നിങ്ങൾ ശരിക്കും ഈ പോത്തിന്റെ പരിപാടി എത്ര വർഷമായിട്ടുണ്ട്? ഞാനൊരു 2-3 വർഷമായിട്ടുണ്ട്. 2-3 വർഷമായിട്ടുണ്ട്. ശരിക്കും ഷാജിച്ചേനെ അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പോത്തായ നമ്മുടെ കൈസറിന്റെ ആദ്യത്തെ ഓണർ അല്ലേ? ചേട്ടനായിരുന്നു കൈസറിനെ ആദ്യമായിട്ട് എടുത്ത് അതിനുശേഷം കൈമാറ്റം ചെയ്തു അല്ലേ? കൈസർ ഇപ്പൊ ഇല്ല. ഓക്കെ. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ചേട്ടനെ പോത്തിന്റെ സെലക്ഷനെ പറ്റിയും പോത്തിന്റെ വളർത്തലിനെ പറ്റിയും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ 4 കുട്ടികളെ ചേട്ടൻ എടുത്തിട്ടുണ്ട്. എന്താണ് ചേട്ടൻ എങ്ങനെയാണ് ഈ കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത് പറയാം? നമ്മളിപ്പോ ഇടനീളം, ഓക്കെ, പിന്നെ ഇതിന്റെ സ്കിന്നിന്റെ ഇത് കട്ടിങ്, പിന്നെ ഇടനീളം, പിന്നെ ബാക്കി പിന്നെ ഹെഡ്, തല, പിന്നെ ബാക്കിയില്ലപ്പോ നമുക്ക് ഇപ്പൊ നോക്കി അറിയാലോ എല്ലാം. അതെ, ഇതൊക്കെയാണ് മെയിനായിട്ട് നോക്കുന്നത്. കാരണം ഇത്ര എണ്ണം നിൽക്കുമ്പോൾ ഇതിനകത്ത് 4 എടുക്കാനുള്ള കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. കൺഫ്യൂഷനാണ്. ഇതിലിപ്പോ കൺഫ്യൂഷനായി പോയി. കാരണം കുറെ നേരം കൊണ്ട് 3 പ്രാവശ്യം ഞാൻ ചേഞ്ച് ചെയ്തു. ഏതെടുക്കണം. ഓ ശരി. അങ്ങനെ ഒന്നിനൊന്നും മെച്ചായിട്ട് നിൽക്കുന്നത്. അപ്പൊ ചേട്ടന്റെ ഒരു അഭിപ്രായത്തിൽ എത്ര തൂക്കമുള്ള കുട്ടികളെ എടുക്കുന്നതാണ്? 150 മുകളിലേക്ക്, 150 തൊട്ട് മുകളോട്ട് എടുക്കുന്നതാണ്. 200 250 വരെ ആവാം. ഓക്കെ. അന്നേരം അതിന്റെ കാര്യം എന്താണ്? കുറച്ച് സമയം വളർത്തിയാൽ മതി എന്നുള്ളത്? കുറച്ച് മതി. നമുക്ക് റംസാനോ അല്ലെങ്കിൽ മറ്റേ ക്രിസ്മസിനൊക്കെ വിൽക്കാനായിട്ട് കുറച്ച് വളർത്തിയാൽ. അപ്പൊ ചെറുതിനൊക്കെ എടുത്തോണ്ട് കഴിഞ്ഞാൽ എനിക്ക് 2 വർഷത്തേക്ക് വളർത്തേണ്ടി വരും. ഇതാകുമ്പോ ഒരു 8 മാസം 1 കൊല്ലം വളർത്തിയാൽ വിൽക്കാനാവും. അതിനുള്ള തൂക്കം എത്തും. ശരി. ചേട്ടന്റെ സ്ഥലം എവിടെ ആയിരുന്നു? മൂവാറ്റുപുഴയാണ്. അപ്പോൾ മൂവാറ്റുപുഴയിൽ നമ്മുടെ ഷാജിച്ചേട്ടൻ നമ്മുടെ കുതിരാൻമുറ ഫാമിൽ വന്നിട്ട് 4 പോത്തുകുട്ടികൾ എടുത്തിട്ടുണ്ട്. അപ്പം ചേട്ടന് ചുരുങ്ങിയ സമയത്ത് വളർത്തി മാക്സിമം തൂക്കത്തിക്കുന്ന ഒരാളാണ്. അപ്പൊ ചേട്ടന്റെ ഫീഡിങ് എങ്ങനെയാണ്? ഫീഡിങ് നല്ല എങ്ങനെയാണ്? നമുക്ക് അവിടെ പാടമുണ്ടോ അതോ നിങ്ങൾ? ഇല്ല, കുറച്ച് പാടമുണ്ട്, മറ്റേ കരയിലുണ്ട്. അപ്പൊ നമുക്ക് ഈ മറ്റേ കൈത്തീറ്റ നല്ല രീതിയിൽ കൊടുക്കാറുണ്ടോ? എന്തൊക്കെയാണ് മെയിനായിട്ട് കൊടുക്കാറുള്ളത്? നമ്മളിച്ചിരി കഞ്ഞി വെച്ച് കൊടുക്കും, മറ്റേ പുളിങ്കുരുപ്പൊടി കൊടുക്കും, പരുത്തി അങ്ങനെയുള്ള സാധനങ്ങൾ അങ്ങനെ കൊടുക്കുന്നുണ്ട്. കുറച്ച് കടലപ്പിണ്ണാക്ക് എല്ലാം കൂടി മിക്സ് ചെയ്ത് റേഷൻ പോലെ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഇത്രയും 3 വർഷമായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ പോത്ത് വളർത്തലിലെ ചേട്ടനെ നോക്കുമ്പോൾ ചേട്ടനെ സംബന്ധിച്ച് ലാഭമാണ്. കാരണം പല ആൾക്കാരും പല അഭിപ്രായം. ഈ മുറ കുട്ടികൾ മറ്റു കുട്ടികളെ സംബന്ധിച്ച് മുറ കുട്ടികൾക്ക് ലാഭമാണ്. ഒത്തിരി എടുത്തിട്ടുണ്ട്. നല്ല കുട്ടികളെ നോക്കി നല്ല കുട്ടികളെ സെലക്ട് ചെയ്ത് എടുക്കണം. ഞാൻ പല ഫാമിലും പോയിട്ടുണ്ട്. നല്ല കുട്ടികളെ കിട്ടുവാണെങ്കിൽ എടുക്കും. അപ്പൊ നല്ല 4 കുട്ടികളെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ വണ്ടി നാളെ വണ്ടി നാളെ വിടും. ചേട്ടന്റെ വണ്ടി തന്നെ അല്ലേ? അപ്പൊ എന്തായാലും 4 കുട്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നോക്കണം. ഓക്കെ.